ഹായ് വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ് ഡെയിലി ന്യൂസ് ഡെസ്ക്. ഇന്ന് 13th മാർച്ചിൻ്റെ ന്യൂസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലെറ്റ് സി ഏതൊക്കെയാണ് ന്യൂസ് നോക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രിപ്പയറിംഗ് ഇന്ത്യ ഫോർ എ ട്രൂ ഇന്നൊവേഷൻ ലെഡ് എക്കോണമി. അതായത് നമ്മുടെ എക്കോണമിക്കകത്ത് ഇന്നൊവേഷന് വരുന്ന പ്രാധാന്യങ്ങൾ, നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ എത്രത്തോളം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാണ്ട്, എന്താണ് ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് വൺ, എക്കണോമിക് സർവേ പ്രോമിസസ് ഇമ്പാക്ട് ഓഫ് ന്യൂ ലേബർ കോഡ്. അതായത് 4 ന്യൂ ലേബർ കോഡ് വന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. അതിന്റെ എഫക്റ്റും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എക്കണോമിക് സർവേ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് ഡിസ്കസ് വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ. ബിഹൈൻഡ് ദ ക്രംബ്ലിംഗ് വാൾസ് ഓഫ് ബിഹാർസ് ബാലി രാജ്ഗർ ഫോർട്ട്, എ ടെയിൽ ഓഫ് മോണുമെന്റൽ നെഗ്ലക്ട്. അതായത് ബാലി രാജ്ഗഡ് ഫോർട്ട് എന്ന് പറയുന്ന ഒരു ഫോർട്ട് ഉണ്ട്. ആ ഫോർട്ടിനെ കുറിച്ചുള്ള ന്യൂസ് ആണിത്. സോ പ്രിലിംസിൽ നിങ്ങൾക്ക് ഇത് വരാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചുള്ള ന്യൂസ്. ഇന്ത്യ co-sponsors റെസൊല്യൂഷൻ പാസ്ഡ് ബൈ UN സെക്യൂരിറ്റി കൗൺസിൽ അഗേൻസ്റ്റ് ഇറാൻ. ആസിനോ, ഞാൻ തന്നെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇറാനുമായിട്ടുള്ള ആ ഒരു കോൺഫ്ലിക്റ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. സോ അവർക്കെതിരെ ഒരു UN റെസൊല്യൂഷൻ വന്ന് അതെന്താണ് വന്ന് ആരൊക്കെയാണ് അതിനെ സപ്പോർട്ട് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. PAB ഫാക്ട് ചെക്ക് യൂണിറ്റ് ബേസ്റ്റ് 50 ഡീപ് ഫേക്സ്, സേഫ് പാക്ക് ഹാൻഡിൽസ് ആർ സ്പ്രെഡിംഗ് മിസ്ഇൻഫർമേഷൻ. ആസിനോ, നമ്മൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളും ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. സോ അതിന്റെ ഒരു ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞൊരു PABയുടെ യൂണിറ്റ് ഉണ്ട്. നമ്മളിന്ന് അതിനെക്കുറിച്ച് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ന്യൂസ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ലൈക്ക് പ്രിപ്പയറിംഗ് ഇന്ത്യ ഫോർ എ ട്രൂ ഇന്നോവേഷൻ ലെഡ് എക്കോണമി. അപ്പോൾ അത് ഒരു കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ആർട്ടിക്കിളിൽ ആക്ച്വലി മൊത്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇപ്പോൾ ഉള്ള ഇന്നോവേഷന്റെ അവസ്ഥ എന്താ, അല്ലെങ്കിൽ ബെറ്റർമെന്റ് ഇപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു സ്പോട്ടിലാണ് നിൽക്കുന്നത്. സോ ഇതിന്റെ പോസിറ്റീവ് എഫക്ട്സ് മൊത്തമായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചലഞ്ചസ് മൊത്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. സോ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആസ്ക് എ ക്വസ്റ്റ്യൻ റിഗാർഡിംഗ്, അതായത് എക്കോണമിയിൽ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്നോവേഷന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഈ ഇതിനകത്തുള്ള പോയിന്റ്സ് ഉപയോഗിക്കാൻ പറ്റും. ലെറ്റ്സ് സീ വാട്ട് ഓൾ ആർ ദ പോയിന്റ്സ്. ഓക്കെ. ഫസ്റ്റ് വൺ ഈസ് ലൈക്ക് അനൗൺസ്മെന്റ് ഓഫ് 1 lakh crore. ഈ ഒരു ഇന്നോവേഷൻ പരിപാടിക്ക് വേണ്ടിയിട്ട് ബജറ്റിൽ ഒരു 1 lakh crore അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ്, ഈ ഒരു 1 lakh തന്നെ 20,000 crore കോപ്പസ് ഫോർ ഡീപ് ടെക് സ്റ്റാർട്ടപ്സ്, എക്സ്റ്റൻഡഡ് ടാക്സ് ഇൻസെന്റീവ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. ഇതിലൊരു 20,000 രൂപയോളം ഡീപ് ടെക് സ്റ്റാർട്ടപ്സിനാണ് കൊടുക്കുന്നത്. അതുകൂടാതെ ടാക്സ് ഇൻസെന്റീവ്സ്, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഈ ഒരു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ആസിനോ, നമ്മുടെ ഇന്നോവേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മിഷൻസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അഡൽട്ട് ടിങ്കറിംഗ് ലാബ്സ്. അതിന് കൊടുത്തിരിക്കുന്ന കോർപ്പസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് പല മടങ്ങ് കൂട്ടി ഫ്രം 500 crore to 3,200 crore എത്തിച്ചു. ഓൾമോസ്റ്റ് 6 times ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, as you know, there was a bill, the Sustainable Harnessing and Advancement of Nuclear Energy for Transforming India Act. ശാന്തി ബില്ല് വന്ന സമയത്ത് അത് ഭയങ്കര ഫേമസ് ആയിരുന്നു. സോ അതിപ്പോൾ ആക്ട് ആയിട്ടുണ്ട്. സോ ശാന്തി ആക്ട് 2025. എന്താണ് ഈ ശാന്തി ആക്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതായത് ടിൽ നൗ ന്യൂക്ലിയർ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻറ്റയർലി എ പ്ലേ ഗ്രൗണ്ട് ഓഫ് ഗവൺമെന്റ് ബോഡീസ്, റൈറ്റ്? അതിനകത്തോട്ട് പീസ്ഫുൾ ആയിട്ടുള്ള സിവിലിയൻ ന്യൂക്ലിയർ കാര്യങ്ങൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് എൻറ്റിറ്റീസിനെ അലോ ചെയ്തുകൊണ്ടുള്ള ബില്ലാണിത്. ഇവൻ ദോ ദേ ആർ അലൗഡ്, എന്തായിരിക്കും ഇതിന്റെ സോഴ്സ്? അതായത് ന്യൂക്ലിയർ മെറ്റീരിയലിന്റെ സോഴ്സ് ഏതാ? യുറേനിയം. ആ യുറേനിയം എൻറിച്ച് ചെയ്തിട്ട് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മിലിറ്ററി പർപ്പസ്. സോ ആ ഒരു യുറേനിയത്തിന്റെ സോഴ്സ് ആരായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്? പ്രൈവറ്റ് ആയിരിക്കോ അത് ഗവൺമെന്റ് ആയിരിക്കോ? ഡെഫിനറ്റ്ലി ഗവൺമെന്റ് ആയിരിക്കും. സോ ആ യുറേനിയത്തിന്റെ സോഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഗവൺമെന്റ് ആയിരിക്കും. പിന്നെ റെഗുലേറ്ററി ബോഡീസും ഉണ്ടാവും വൃത്തിയായിട്ടുള്ള ഈ ഗവൺമെന്റിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഈസ് ശാന്തി ബിൽ. ദിസ് ഓൾസോ ഷോസ് ലൈക്ക് ഇന്നോവേഷൻ ലെഡ് എക്കോണമിയിലോട്ട് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണെന്നുള്ള കാര്യം. ഓക്കെ. നെക്സ്റ്റ് വൺ, ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ്. ഓക്കെ. ഇത് ഏത് ഓർഗനൈസേഷനാണ് ഇത് പുറത്തുവിടുന്നത്? നമുക്കൊരു 4 ഓപ്ഷൻ തരുമോ? ഫോർ എക്സാമ്പിൾ, വേൾഡ് എക്കണോമിക് ഫോറം, വേൾഡ് ബാങ്ക്, അങ്ങനെ ഒരു 3-4 ഓർഗനൈസേഷൻ, UN, അങ്ങനെ ഒരു 3-4 ഓർഗനൈസേഷൻ തന്ന ഏതാണ് ആൻസർ നമുക്ക് പറയാൻ പറ്റുമോ? യെസ്, ഇത് ആക്ച്വലി പുറത്തുവിടുന്നത് WIPO, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ് ഈ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനം പുറത്തുവിടുന്നത്. അതിലിപ്പോൾ നമ്മുടെ റാങ്ക് 38/139 ആണ്. ഓക്കെ, 139 കൺട്രീസിൽ 38ാമത്തെ റാങ്കാണ്. ഇതിനൊക്കെ പുറമെ പേറ്റന്റ് ഫയലിംഗ്സ് ഡബിൾഡ്. പേറ്റന്റ് ഫയലിംഗ്സ് 59,000 നിന്ന് 1,10,000 ആയിട്ട് ഡബിൾ ചെയ്തിട്ടുണ്ട്. സോ ദീസ് ആർ ഓൾ ദ ബ്രൈറ്റ് സ്പോട്ട്സ് ഇൻ ദിസ് ഏരിയ. ഈ ഒരു ഇന്നോവേഷൻ ലെഡ് എക്കോണമിക്കകത്ത് ഇതെല്ലാം ഒരു ബ്രൈറ്റ് ഏരിയാസ് ആണ്. സോ ലെറ്റ്സ് സീ ഇതിന്റെ ഒപ്പം ഇതിന്റെ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, R&D ആസ് ഷെയർ ഓഫ് GDP. അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മൊത്തം GDPയുടെ ഷെയർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ആസ് വി നോ,
നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞു ഇത്രയധികം ഒരു എമൗണ്ട് നമ്മൾ ഇതിനകത്തോട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആസ് എ ഷെയർ ഓഫ് GDP എടുത്താൽ നമ്മൾ ഇപ്പോഴും 0.65% ഉള്ളൂ. സോ അത് മാത്രം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ പിന്നിലാണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല, പിന്നാക്കമാണെന്ന് മനസ്സിലാവത്തില്ല. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് കമ്പയർ ഇറ്റ് വിത്ത് അതർ ലീഡിംഗ് കൺട്രീസ്. നമുക്കിപ്പോൾ അറിയാം അത്യാവശ്യം ടെക്നോളജിയിലാണെങ്കിലും റിസർച്ചിലാണെങ്കിലും ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള കൺട്രി. ഇത്രയും അറബ് നേഷൻസിന്റെ ഇത്രയും ശത്രുക്കളുടെ നടുവിൽ കിടന്നിട്ടും അതിനെ ഒന്ന് തൊടാൻ പോലും പറ്റാത്ത, ബിക്കോസ് ദേ ആർ ടെക്നോളജിക്കലി വെരി മച്ച് സുപ്പീരിയർ. ഏതാണ് ആ കൺട്രി? ഇസ്രായേൽ. ഓക്കെ, ഇസ്രായേലിന്റെ R&D ആസ് എ ഷെയർ ഓഫ് GDP എന്ന് പറഞ്ഞാൽ 5% ആണ്. ഓക്കെ, ആൻഡ് USA it is 4.6%. Okay, and USA it is 3.6%. Okay, China 2.46%. ഇതിലൊക്കെ രസമുള്ളൊരു കാര്യം, ബ്രസീൽ വരെ 1+ ഉണ്ട്. ഓക്കെ, സോ അത്ര എമൗണ്ട് അവർ എടുക്കുന്നുണ്ട്. ഇൻ കേസ് ഓഫ് ബ്രിക്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് താഴെ നിൽക്കുന്ന ആകെ സൗത്ത് ആഫ്രിക്ക മാത്രമേ ഉള്ളൂ. സോ ദാറ്റ്സ് അവർ കണ്ടീഷൻ. ഇതിനകത്ത് അപ്പോൾ കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് വൺ. സ്റ്റേറ്റ് ഹാസ് ഹൈ ഷെയർ. യൂഷ്വലി ഈ ലീഡിംഗ് കൺട്രീസിലെല്ലാം റിസർച്ചിന്റെ കാര്യം വരുമ്പോഴത്തേനും അവിടെ സ്റ്റേറ്റ് ഷെയർ കുറവും പ്രൈവറ്റ് ഷെയർസ് കൂടുതലുമാണ്. കാരണം എന്തുകൊണ്ടാണ്? ഈ പറയുന്ന റിസർച്ചും എന്റർപ്രൈസും തമ്മിൽ നല്ല ബന്ധമുണ്ട്. സോ ദേ ക്യാൻ ബിസിനസ്, അതായത് ഒരു ബിസിനസ് ഐഡിയാസ് ആയിട്ട് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള റിസർച്ചേഴ്സ് മോറാണ്. പക്ഷെ ഇന്ത്യയുടെ കേസ് വരുമ്പം അതിനകത്ത് സ്റ്റേറ്റിന്റെ ഷെയർ ആണ് കൂടുതൽ. ഏതിൽ? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ. അവർ പ്രൈവറ്റ് എന്റർപ്രൈസസ് ആർ നോട്ട് വാട്ട് യു സേ ഇൻവെസ്റ്റിംഗ് ദാറ്റ് മച്ച് ഇൻ റിസർച്ച്. അതിന് എന്തൊക്കെയായിരിക്കും റീസൺ? ഒന്ന്, ഈ പറയുന്ന പോലെ എന്റർപ്രൈസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് എടുക്കുന്നത്. രണ്ടാമത്തത്, അത്രയും റിസ്ക് ടേക്കിംഗ് അല്ല നമ്മുടെ ഇവിടുത്തെ പ്രൈവറ്റ് എന്റർപ്രൈസസ്, അല്ലെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ഉണ്ടായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, സോ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇവിടെ പ്രൈവറ്റ് എന്റർപ്രൈസസ് പൈസ ഇറക്കുന്നത് കുറവാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇറക്കുന്നത് കുറവാണ്. നെക്സ്റ്റ് വൺ, പേറ്റന്റ്. ആസ് ഐ സെഡ്, ഓൾമോസ്റ്റ് ഡബിൾ ആയെന്ന് ഞാൻ പറഞ്ഞു പേറ്റന്റ്. എന്നിട്ട് 1 lakh അറൗണ്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ വലിയ എമൗണ്ട് ആണോ അല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കൺട്രീസുമായിട്ട് കമ്പയർ ചെയ്യണം. ഇൻ ദാറ്റ് കേസ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ചൈന 1.8 million ആണ് പേറ്റന്റ്സ് എടുക്കുന്നത്. അതേസമയം US ആണെങ്കിൽ 6 lakhs പേറ്റന്റ്സ് ആണ് എടുക്കുന്നത്. സോ ദാറ്റ് കൈൻഡ് ഓഫ് ഹ്യൂജ് എമൗണ്ട്സ് എടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ഇന്ത്യ ഓൾമോസ്റ്റ് ലൈക്ക് 1 lakh അറൗണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇത് കുറച്ചും കൂടെ കൃത്യമായിട്ട് റിയാലിറ്റി ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ഇന്റർനാഷണൽ പേറ്റന്റ്സ് ആർ ടേക്കൺ. അതായത് നമ്മുടെ ഇവിടെ ഉള്ള ഒരു ഐഡിയ ഇന്റർനാഷണൽ ലെവലിൽ വേറെ എവിടെ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പേറ്റന്റ്സ് ഉണ്ടല്ലോ, അത് എത്രത്തോളം എടുക്കുന്നുണ്ടെന്ന് അറിയണം. ഇന്ത്യയുടെ എമൗണ്ട് അത് 4,000 ആണ്. ഓക്കെ, ആൻഡ് ചൈന ഹാസ് 70,000. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിനേക്കാളും കുറച്ച് മാത്രം വലിപ്പം കൂടുതലുള്ള സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന ഒരു കൺട്രി, they are also taking 5,000+. So that shows where we are like. Okay, നമ്മൾ എവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Now the next one is Global Innovation Index, GII. ഇപ്പൊ ഞാൻ പറഞ്ഞു ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ നമ്മുടെ റാങ്ക് 38 ആണെന്ന്. ഓക്കെ, ആൻഡ് ഇതിനകത്തൊരു 80 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇതിൽ ഓൾ ഓവർ റാങ്ക് 38 ആണെങ്കിലും പല പാരാമീറ്റേഴ്സിലും നമ്മുടെ പെർഫോമൻസ് വളരെ കുറവാണ്. സോ ലെറ്റ് സി അതിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇതിന്റെ പാരാമീറ്റേഴ്സിൽ ഒരു പാരാമീറ്റർ എംപ്ലോയ്മെന്റ് ഇൻ നോളജ് ഇന്റൻസീവ് സെക്ഷൻസ്, അല്ലെങ്കിൽ നോളജ് ഇന്റൻസീവ് സെക്ടറിലെ എംപ്ലോയ്മെന്റ്, അത് വെച്ചിട്ടുള്ള പാരാമീറ്ററിനകത്ത് അവർ റാങ്ക് ഈസ് 95th. ഓക്കെ, നെക്സ്റ്റ് വൺ ഫുൾ ടൈം ഓർ ഇക്വാലന്റ് റിസർച്ചേഴ്സ്. ഫുൾ ടൈം ആയിട്ട് റിസർച്ചിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനകത്ത് നിൽക്കുന്ന ആൾക്കാരുടെ അതിന്റെ റാങ്ക് എടുത്തു കഴിഞ്ഞാൽ അവർ റാങ്ക് ഈസ് 80th. ഓക്കെ, ആൻഡ് ദ വേർസ്റ്റ് പെർഫോമിംഗ് ഈസ് എംപ്ലോയ്മെന്റ് ഓഫ് വുമൺ ഇൻ നോളജ് ഇന്റൻസീവ് സെക്ഷൻ. അതായത് നോളജ് ഇന്റൻസീവ് സെക്ടേഴ്സിനകത്ത് എംപ്ലോയ്മെന്റ് ഓഫ് വുമൻസിൽ അവർ റാങ്ക് ഈസ് 101 out of 190. സോ ഈ കാര്യങ്ങളിലെല്ലാം ദ ഗവൺമെന്റ് ഹാസ് ടു ഇംപ്രൂവ്, റൈറ്റ്? ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് റിസർച്ച് എന്റർപ്രൈസ് ഗ്യാപ്പ്.
ആസ് ഐ സെഡ് എർലിയർ, അതായത് നമുക്ക് ഒരിക്കലും അതിനെ ഒരു ബിസിനസ് ഐഡിയയോ അല്ലെങ്കിൽ വേറെ രീതിയിലോ എക്കോണമിയിൽ കുറച്ചും കൂടെ സെറ്റ് ആക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് വല്ല രീതിയിൽ നന്നായിട്ടുണ്ട്. സോ ദാറ്റ് ഓൾസോ അഫക്ട്സ്. സോ വാട്ട് ഈസ് ദ വേ ഫോർവേഡ്? എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ആസ് യൂഷ്വൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അത് മാക്സിമം കുറച്ച് കൊണ്ടുവരാൻ നോക്കുക. റിസർച്ച് എന്റർപ്രൈസ് ഗ്യാപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഈസ് ഓൾറെഡി കുറച്ച് സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ സ്കീം? സ്പാർക്ക്, സഹജ് ആൻഡ് ഇംപ്രിന്റ്. സോ ഇങ്ങനെയുള്ള സ്കീംസ് ഈ പറയുന്ന പോലെ ഗവൺമെന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ സ്കീംസ് എല്ലാം എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. സ്പാർക്ക്, സഹജ്, ഇംപ്രിന്റ്. നൗ ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് വുമൺ who is working in knowledge intensive sectors, we bring another scheme which is known as women in science and engineering. വൈസ് കിരൺ എന്ന് പറയുന്ന ഒരു അംബ്രല്ല സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഏത് ഇതിന്റെ കീഴിലാണ് ഇത് വന്നിരിക്കുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ആസ് ഐ സൈഡ് സയൻസിലെ കാര്യമാണ്. സോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇതൊരു അംബ്രല്ല സ്കീമാണ്. എന്തിനാണ്? വുമൻസിന് ജെൻഡർ പാരിറ്റി, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഉള്ള ഒരു ജെൻഡർ പാരിറ്റി വരുത്താനും വുമൻസിന്റെ ഇൻവോൾവ്മെന്റ് കൂട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് വാട്ട് ഓൾ ദേ ആർ ഡൂയിങ്, അവരൊരു ഫെലോഷിപ്പ് പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്. എത്ര മുതൽ എത്ര വരെ? 25,000 to 55,000. ആർക്കൊക്കെയാണ്? 27 മുതൽ 57 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇവർ തുടങ്ങിയിരിക്കുന്നത്. സോ സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്കും ഇതിനകത്ത് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ പറ്റും. ആൻഡ് ദർ ഈസ് എ സ്കീം നോൺ ആസ് വിദുഷി വിച്ച് ഈസ് പാർട്ട് ഓഫ് ദിസ് വൈസ് കിരൺ സ്കീം. വൈസ് കിരണിന്റെ ഒരു സബ് സ്കീമാണ് ഈ വിദുഷി എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം എന്താ? വുമൻസ് ഇൻസ്റ്റിങ് ഫോർ ഡെവലപ്പിംഗ് ആൻഡ് ഏഷറിംഗ് ഇൻ സയന്റിഫിക് ഹൈറ്റ്സ് ആൻഡ് ഇന്നോവേഷൻ. ഓക്കെ, വുമൻസ് വിദുഷി എന്നാണ് സ്കീമിന്റെ പേര്, VIDUSHI. വുമൻസ് ഇൻസ്റ്റിങ് ഫോർ ഡെവലപ്പിംഗ് ആൻഡ് ഏഷറിംഗ് ഇൻ സയന്റിഫിക് ഹൈറ്റ്സ് ആൻഡ് ഇന്നോവേഷൻസ് ടു എൻകറേജ് ആൻഡ് സപ്പോർട്ട് സീനിയർ വുമൻ സയന്റിസ്റ്റ്. ഇതിന് 2 സ്ട്രീം ഉണ്ട്. ഫസ്റ്റ് സ്ട്രീം ഗോസ് ടു റിട്ടയർഡ് ആൻഡ് റിട്ടയറിംഗ്, അതായത് റിട്ടയർമെന്റ് ഏജിൽ എത്തിയവരോ അല്ലെങ്കിൽ റിട്ടയറിംഗ് ആയിട്ടുള്ള സയന്റിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു സ്കീം ഉള്ളത്. രണ്ടാമത്തത് സീനിയർ സയന്റിസ്റ്റുകൾ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ജെൻഡർ ഡിസ്പാരിറ്റി കുറയ്ക്കാനും അവരുടെ ആ അത്രയും അക്യുമുലേറ്റഡ് ആയിട്ടുള്ള നോളജ് ബെറ്റർ നമ്മുടെ രാജ്യത്തിന്റെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റും. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ന്യൂസ്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്കണോമിക് സർവേയിൽ ദേ മെൻഷൻഡ് അബൌട്ട് ദ 4 ലേബർ കോഡ്സ്. 4 ലേബർ കോഡ്സിനെ കുറിച്ച് മെൻഷൻ ഉണ്ട്. അതെന്താണ്? ഹൗ ഇറ്റ് ഹെൽപ്സ്, അതായത് എക്കണോമിക് സർവേയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ, അതിന്റെ ചലഞ്ചസ് എന്തൊക്കെയാണ്. ആദ്യം എക്കണോമിക് സർവേയിൽ പറഞ്ഞിരിക്കുന്ന ബെറ്റർമെന്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്തതിനു ശേഷം അതിനുണ്ടാവാൻ സാധ്യതയുള്ള ചലഞ്ചസ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഈസ്. സോ ബിഫോർ സ്റ്റാർട്ടിംഗ് ദിസ് ന്യൂസ് വി ഷുഡ് ബി നോയിങ് ഏതൊക്കെയാണ് 4 ലേബർ കോഡ്സ് എന്ന്. അതെങ്ങനെയാണ് നമ്മൾ ഓർത്ത് വെക്കുക? ദർ ഇസ് എ ന്യൂമോണിക്സ് WIOS. W wages and I industrial relations. O occupational safety. And S social security. WIOS. W എന്താണ്? വേജസ്. I ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. O occupational safety. S social security. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ ന്യൂസ്. എന്താണ് അവർ പറയുന്നത് നോക്കാം. എക്കണോമിക് സർവേയിൽ പറയുന്നത് ഡ്യൂ ടു ദിസ് 4 ലേബർ കോഡ്സ് പുതിയതായിട്ട് കൊണ്ടുവന്ന കാരണം നമ്മുടെ എക്കോണമിയിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്. ഫസ്റ്റ് വൺ ഈസ് ലൈക്ക് ഫോർമലൈസേഷൻ ഓഫ് ജോബ്സ്. ഇതുവരെ ഇൻഫോർമൽ സെക്ടറിൽ ഉണ്ടായിരുന്ന ജോബ്സ്, അതായത് ഫോർമൽ സെക്ടറിൽ 60.4% ഉണ്ടായിരുന്ന ജോബ്സ് ഇൻക്രീസ് ചെയ്ത് അത് 75.5% ആവുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ടോട്ടൽ ജോബ്സിന്റെ 75.5% ഫോർമൽ സെക്ടറിലായിരിക്കും ഡ്യൂ ടു ദിസ് 4 ലേബർ കോഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വണ് 77 ലാക്ക് ജോബ് ജനറേഷൻ. 77 ലക്ഷം പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. സോ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് കുറയും. സോ റിഡക്ഷൻ ഇൻ അൺഎംപ്ലോയ്മെന്റ്. നെക്സ്റ്റ് വൺ ഈസ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്തു. അതായത് ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് ഫീമെയിൽ ലേബർ ഫോഴ്സ്, അതായത് ഫീമെയിൽസ് കൂടുതൽ ലേബർ ഫോഴ്സിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിൽക്കുക. അവർ കുറച്ചും കൂടെ ഈ പറയുന്ന പോലെ ജോബ് ഓപ്പർച്യൂണിറ്റിയും അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയി തുടങ്ങി. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ടോട്ടൽ GDPയുടെ 1.25% ഈ പറയുന്ന ലേബർ റിഫോംസ് കാരണം അവർക്ക് ചേഞ്ച് വന്നു. അതുവരെ ഉണ്ടായിരുന്ന ലേബർ ലോസിനെ എല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് 4 കോഡ്സിൽ കൊണ്ടെന്നാണ്
ഈ 4 ലേബർ കോഡ്സ് എന്ന് പറയുന്ന കാര്യം വന്നിരിക്കുന്നത്. അത് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ടായെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് സീ വാട്ട് ഈസ് റിയലി ഹാപ്പനിങ്. എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. സോ ഇതിന്റെ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തത് റൈറ്റ് നൗ ഇന്ത്യയിലുള്ളതിൽ 80% ജോബും ഇൻഫോർമൽ സെക്ടറിലാണ്. ഓക്കെ, 80% ജോബും ഇൻഫോർമൽ സെക്ടറിലാണ്. ആൻഡ് the author is saying that after this labor codes came into force, actually contract workers ന്റെ എണ്ണം കൂടി. കോൺട്രാക്ട് വർക്കേഴ്സിന്റെ എണ്ണമാണ് കൂടിയത്. അതുകൂടാതെ നമ്മുടെ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിലെ വർക്കേഴ്സിന്റെ എണ്ണം കുറഞ്ഞു. ഓക്കെ, ആഫ്റ്റർ ദിസ് ഇൻ ദിസ് ആർട്ടിക്കിൾ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ബൈ സർവേ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് കോൺട്രാക്ട് വർക്കേഴ്സിന്റെ എണ്ണം കൂടി, അതുകൂടാതെ പബ്ലിക് സെക്ടർ യൂണിറ്റിന്റെ എണ്ണം കുറഞ്ഞു. നെക്സ്റ്റ് വൺ, ഇവര് പെർമനന്റ് എംപ്ലോയിൽ നിന്നും ഫിക്സഡ് ടേം എംപ്ലോയി എന്നുള്ളൊരു ടേമിലോട്ടാണ് കൊണ്ടുവന്നത്. ഓക്കെ, ഇൻഫോർമൽ സെക്ടറിൽ നിന്ന് ഇവർ ഫോർമൽ സെക്ടറിലോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതുവരെ പെർമനന്റ് ജോബിൽ എടുത്തുകൊണ്ടിരുന്ന ആൾക്കാരെ ഫിക്സഡ് ടേം എംപ്ലോയി, ഫോർ എക്സാമ്പിൾ 3 ഇയർ 4 ഇയർ അല്ലെങ്കിൽ 5 ഇയറിലോട്ടുള്ള ഫിക്സഡ് ടേം അല്ലെങ്കിൽ 1 ഇയറിലോട്ടുള്ള ഫിക്സഡ് ടേം, അങ്ങനെയുള്ള രീതിയിലോട്ടാണ് ഈ പറയുന്ന 4 ലേബർ കോഡ്സ് കൊണ്ടുവന്നതിന് ശേഷം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ റിസൾട്ട് വന്നിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ലേബർ കോഡ്സിനകത്ത് പല സാധനങ്ങളും നല്ലതാണെങ്കിൽ തോന്നുമെങ്കിലും അതിനകത്തെല്ലാം നീഡ് ഫോർ ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഗിഗ് വർക്കേഴ്സ് സ്കീം എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്. ഗിഗ് വർക്കേഴ്സ് സ്കീം പ്രകാരം ഒരു കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ 1% to 2% ഈ ഗിഗ് വർക്കർ സ്കീമിലോട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ആര് കൊടുക്കും, ഹൗ ഇറ്റ് വിൽ ബി യൂട്ടിലൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലിയർ കട്ട് പിക്ചർ നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. സോ അവിടെ ക്ലാരിറ്റി ആവശ്യമുണ്ട്. ഓക്കെ, സോ റീസ്കില്ലിംഗ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ഡേയ്സിന് വേണ്ടിയിട്ടുള്ള വേജസ് ആണ്. ഓക്കെ, അതായത് 15 ഡേയ്സ് വേജസ് പെർ ഈ പറയുന്ന പോലെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഈ കമ്പനി എടുത്തു വെച്ചിരിക്കും. ആ റീസ്കില്ലിംഗ് വേജസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക, ഹൗ ഇറ്റ് വിൽ ബി യൂസ്ഡ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എടുക്കുക എന്നുള്ള കാര്യങ്ങളിലൊന്നും ക്ലിയർ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നിട്ടില്ല. ഓക്കെ, ആൻഡ് ദർ ഈസ് സംതിങ് കോൾഡ് ആസ് നാഷണൽ ഫ്ലോർ വേജ് ആൻഡ് മിനിമം വേജ്. നാഷണൽ ഫ്ലോർ വേജ് എന്നും മിനിമം വേജ് എന്നും പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നോ ഇത് എങ്ങനെയാണ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റിക്ക് കുറവുണ്ട്. ഓക്കെ, ആൻഡ് ദർ ആർ സം പീപ്പിൾ ഹു ഈസ് ടെല്ലിംഗ് ദാറ്റ് മിനിമം വേജ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി, അതായത് മറ്റേ കമ്പനീസിന് ആൾക്കാർക്ക് ജോലി കൊടുക്കാനുള്ള ഇൻസെന്റീവ് പോകുന്നുള്ള രീതിയിൽ മിനിമം വേജസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ള രീതിയിൽ പറയുന്നവർ കുറച്ച് പേരുണ്ട്. വെൻ വി ലുക്ക് അറ്റ് ദ വേൾഡ് മാർക്കറ്റ്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന ലീഡിംഗ് ആയിട്ടുള്ള കൺട്രീസ്, ഈ പറയുന്ന എക്കണോമിക്കകത്ത് ലീഡിംഗ് ആയിട്ടുള്ള കൺട്രീസിനെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ US അല്ലെങ്കിൽ UK അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ്, അവിടെ എല്ലാം മിനിമം വേജസ് ആക്ട് ഉണ്ട്. അത് കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ട്. സോ ഇറ്റ് ആക്ച്വലി ഹെൽപ്സ്, ഈ പറയുന്ന പോലെ എക്കോണമിയെ ബെറ്റർ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. കാരണം ഇഫ് എ മിനിമം വേജസ് ഈസ് ലൈക്ക് എന്താ പറയുന്നത്, അത് കൃത്യമായിട്ട് കൊടുക്കുക, ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് എമൗണ്ട് വിൽ ബി ഗിവൺ ടു ദ ഈ പറയുന്ന വർക്കറിന്. ആ വർക്കർ അതെന്തായാലും കൈവച്ചുകൊണ്ടിരിക്കില്ല, ഹി വിൽ സ്പെൻഡ് ദാറ്റ് എമൗണ്ട് വിച്ച് വിൽ അൾട്ടിമേറ്റ്ലി ഹെൽപ്പ് ദ എക്കോണമി. ഓക്കെ, സോ അതാണത്. പിന്നെ ദർ ഈസ് സംതിങ് കോൾഡ് ആസ് ഡെഫിനിഷൻ. ഈ ഡെഫിനിഷന്റെ കാര്യത്തിനകത്ത് വാട്ട് ദേ ചേഞ്ച്ഡ് ഈസ് ലൈക്ക്, ടിൽ നൗ ഇലക്ട്രിസിറ്റി ഉള്ള ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ അവിടെ 10 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഫാക്ടറി. ദിസ് എമൗണ്ട് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ടു 20 വർക്കേഴ്സ്. എവിടെ, ഇലക്ട്രിസിറ്റി ഉള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റിൽ. എന്നാൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത എസ്റ്റാബ്ലിഷ്മെന്റിൽ പണ്ട് 20 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് വാസ് കൺസിഡേർഡ് ആസ് എ ഫാക്ടറി. നൗ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ടു 40 വർക്കേഴ്സ്. ഓക്കെ, പണ്ട് 10 പേരുണ്ടായിരുന്ന ഇലക്ട്രിസിറ്റി ഉള്ളത് 20 ആക്കിയിട്ട് കൂട്ടി, അതുപോലെ 20 ഉള്ളത് 40 ആക്കിയിട്ട് കൂട്ടി. അലോങ് വിത്ത് ദാറ്റ് 100 പേര് എംപ്ലോയീസ് ആയിട്ടുള്ള അവരെ അത്രയും പേരെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ദേ ഷുഡ് ഹാവ് ടേക്കൺ പെർമിഷൻ. ലേ ഓഫ് നടത്തണമെങ്കിൽ 100 പേർക്ക് മുമ്പ് പെർമിഷൻ എടുക്കണമായിരുന്നു. ദിസ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ടു 300. സോ ദ ഓതർ ഈസ് ആക്ച്വലി ആസ്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആക്കി കഴിഞ്ഞാൽ ഡസ് ദാറ്റ് മീൻ ദാറ്റ് ഇറ്റ് വിൽ ഹെൽപ്പ് ദ എക്കോണമി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പാവപ്പെട്ടവരെ ജോലി കിട്ടാൻ വേണ്ടിയിട്ടോ ജോലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ വിൽ ടെൽ യു സംതിങ്, വെൻ പെനാൽറ്റീസ് ആർ ലെസ് ദാൻ കംപ്ലയൻസ് കോഴ്സ്, ഏതെങ്കിലും ഒരു റൂള് അനുസരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സിനെക്കാളും പെനാൽറ്റി കുറവാണെങ്കിൽ then it will lead to illegal activities. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ആക്ച്വലി യു ഓൾ നോ അബൌട്ട് ദിസ് ബാസ്കറ്റ്ബോൾ ഗെയിംസ്, റൈറ്റ്? വേൾഡിൽ ഈ പറയുന്ന ഇന്റർനാഷണൽ ബാസ്കറ്റ്ബോൾ ഗെയിംസിന് ഇഷ്ടം പോലെ ക്യാഷ് ആണ് ഇറങ്ങുന്നത്. സോ നൈക്കി ആ ജോർദൻ എന്ന് പറയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലെയറുമായിട്ട് കൂടിയിട്ട് ദേ ക്രിയേറ്റഡ് എ മോഡൽ. ആ പുള്ളിയുടെ പേര് വെച്ചിട്ട് ഒരു മോഡൽ, ഒരു ഷൂ ഉണ്ടാക്കി. ആ ഷൂ ആക്ച്വലി റെഡ് ആൻഡ് വൈറ്റ് ആണ് കളർ. മോസ്റ്റ് ഓഫ് യു നോ ദാറ്റ്, ലൈക്ക് എയർ ജോർദൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷൂ. അപ്പോൾ ആ ഒരു ഷൂ ഇട്ടിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഇവർ ജോർദൻ എന്ന് പറയുന്ന ആ പ്ലെയറിന്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ ഇന്റർനാഷണൽ ലോസ് അനുസരിച്ചിട്ട് ഒരു കളിയിൽ, ഒരു ബാസ്കറ്റ്ബോൾ ഇന്റർനാഷണൽ ഗെയിംസിനകത്ത്
കളിക്കുന്ന സമയത്ത് അതിനകത്ത് ഷൂവിനകത്ത് 51% വൈറ്റ് കളർ വേണമെന്നൊരു നിയമമുണ്ട്. അതല്ലാത്ത സമയം ദേ വിൽ ബി പീനലൈസ്ഡ്. ഓക്കെ, സോ വെൻ ദ നൈക്കി തോട്ട് അബൌട്ട് ഇറ്റ്, ദേ തോട്ട് ദാറ്റ് ലൈക്ക് നമുക്ക് ആ ഒരു പെനാൽറ്റി കൊടുക്കുന്നതാണ് ഈ ഫുൾ മാർക്കറ്റ് കളയുന്നതിനേക്കാളും നല്ലതെന്ന് അവർക്ക് മനസ്സിലായി. സോ വാട്ട് ദേ ഡിഡ് ഈസ് ലൈക്ക് അവരെന്ത് ചെയ്ത് ഈ പെനാൽറ്റി കൊടുക്കാൻ തയ്യാറായിട്ട് ഹി പ്ലേഡ് വിത്ത് ഹിസ് റെഡ് ഷൂസ്. അപ്പൊ ഈച്ച് പ്ലേക്ക് $5,000 ആയിരുന്നു അവർ പെനാൽറ്റി കൊടുത്തിരുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എ ഹ്യൂജ് ഹിറ്റ്. ഇപ്പോഴും നമ്മൾ ആ ഒരു ഷൂവിന്റെ ആരാധകരാണ്. ഓക്കെ, സോ അതൊരു നല്ല കാര്യത്തിനാണെങ്കിൽ ഇവിടെ കംപ്ലയൻസ് കോസ്റ്റ് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം അല്ലെങ്കിൽ ഈ പറയുന്ന റൂൾസ് എല്ലാം അനുസരിച്ച് പോകുന്നത് ഒരു പെനാൽറ്റി കൊടുക്കുന്നതിനേക്കാളും വിലയേറിയതാണെങ്കിൽ ദ ഗൈ ഹു വിൽ ബി ഹാൻഡിലിംഗ് ദ ഫാക്ടറി അല്ലെങ്കിൽ ഫാക്ടറി ഓണർ എപ്പോഴും കംപ്ലയൻസ് കോസ്റ്റ്, അതായത് കംപ്ലയൻസിന് പകരം അവർ പെനാൽറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ദേ വിൽ ബി ഇൻഡ്യൂസ്ഡ്. ഓക്കെ, സോ ദാറ്റ്സ് ദ പ്രോബ്ലം. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ന്യൂസ്. ഇത് പ്രിലിംസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഹൈൻഡ് ദ ക്രംബ്ലിംഗ് വാൾസ് ഓഫ് ബീഹാർസ് ബാലിരാജ്ഗഡ് ഫോർട്ട് എ ടെയിൽ ഓഫ് മോണിമെന്റൽ നെഗ്ലക്ട്. അതായത് ബാലിരാജ്ഗഡ് ഫോർട്ട് എന്ന് പറയുന്ന ഒരു ഫോർട്ട് ഉണ്ട് ബീഹാറിൽ. ഈ ന്യൂസിൽ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പൊ അത് ആർട്ടിഫിഷ്യലി, അതായത് ആർട്ടിഫിഷ്യലി അല്ല, ആർക്കിയോളജിക്കലി ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ആണെന്ന് നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് അറ്റ് എ സ്റ്റേറ്റ് ഓഫ് നെഗ്ലക്ട് റൈറ്റ് നൗ. അതായത് അവിടെ വളരെ മോശം അവസ്ഥയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് നോക്കുന്നില്ല. ദർ ആർ ലൈക്ക് സ്ട്രീറ്റ് ഡോഗ്സ് ആൻഡ് വൈൽഡ് പിഗ്സ് റോമിംഗ് അറൌണ്ട് ദാറ്റ് പ്ലേസ്. അതുകൂടാതെ ഒട്ടും ഹൈജീനിക് അല്ലാത്ത പ്ലേസ് ആണ്. ഹ്യൂമൻ എക്സ്ക്രീറ്റിയും അല്ലെങ്കിൽ ആനിമൽ എക്സ്ക്രീറ്റിയും ഒക്കെ അൺഹൈജീനിക് ആയിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ? ഇങ്ങനെയുള്ള ന്യൂസസ് വരുമ്പം അത് ആർട്ട് ആൻഡ് കൾച്ചറിലോ അല്ലെങ്കിൽ ഏൻഷ്യന്റ് ഇന്ത്യയിലോ ചോദിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ ഈ UPSCക്ക് കൂടുതലാണ്. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇൻഫർമേഷൻസ്. ഫസ്റ്റ് വൺ, ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ്? ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ മധുബനി ഡിസ്ട്രിക്ട് ഓഫ് ബീഹാർ, അബൌട്ട് 35 കിലോമീറ്റർ ഫ്രം ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ്. മധുബനി ഡിസ്ട്രിക്ട് ഓഫ് ബീഹാറിലാണ് ഇതുള്ളത്. പിന്നെ ഏതൊക്കെ ഡൈനാസ്റ്റീസ് ആണ് അവിടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്? മൗര്യ, ശുംഗ, കുഷാൻ, ഗുപ്ത, പാല ഡൈനാസ്റ്റീസ്. മൗര്യ, ശുംഗ, കുഷാൻ, ഗുപ്ത ആൻഡ് പാല ഡൈനാസ്റ്റീസ്. ഇതിൽ നിന്ന് എങ്ങനെയായിരിക്കും ചോദ്യം ചോദിക്കുക? 4 ഡൈനാസ്റ്റീസിന്റെ പേര് വരും. മൗര്യ, ശുംഗ, ദെൻ ചോള, ശതവാഹന. എന്നിട്ട് ഏതൊക്കെ ഡൈനാസ്റ്റീസ് ആണ് ഇതിനകത്ത് ഈ പറയുന്ന രാജ ബലികാഗർ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫോർട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നതെന്നോ അല്ലെങ്കിൽ ആ ഒരു ഏരിയ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നതെന്ന് ചോദിക്കും. ദെൻ ദർ വിൽ ബി ഓപ്ഷൻ 1 and 2, 1, 2 and 3, 1, 2, 3 and 4 അങ്ങനെ ഒരു ഓപ്ഷൻ തരും. സോ യു ഷുഡ് ബി നോയിങ്. മൗര്യ ആൻഡ് ശുംഗയാണ്, ശതവാഹന, ചോള ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. കുഷാൻ, ഗുപ്ത ആൻഡ് പാല ഡൈനാസ്റ്റീസ് ആണ് ഇതിനകത്തുള്ളത്. ഇതിന്റെ ടൈം എപ്പോഴാണ്? 700 BCE ടു ഏർലി മിഡീവൽ പീരീഡ്. ഓക്കെ, 700 BCE ടു ഏർലി മിഡീവൽ പീരീഡ്. ഇത് ഏകദേശം 122.31 ഏക്കേഴ്സ് ഉണ്ട്. സോ പണ്ട് കാലം മുതലേ ഇത് എക്സ്കവേഷൻ വരുന്നുണ്ട്. പക്ഷെ ഓരോ സമയം 5 ഫേസസ് ആയിട്ടും ഇത് തീർന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതിന് കാരണം എന്താ? ഇറ്റ്സ് എ ഹ്യൂജ് ഏരിയ. 122.31 ഏക്കേഴ്സ് ഉണ്ട് ഇത്. ഓക്കെ, ദിസ് ഈസ് ഓൾസോ നോൺ ആസ് രാജ ബലികാഗർ. രാജ ബലികാഗർ എന്നുള്ളതിന്റെ ഹിന്ദി എന്താ അല്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താ? രാജ ബലിയുടെ വീട്. ഓക്കെ, ഈ ബലി ഏതാ? രാമായണത്തില് രാമൻ ഒളിയമ്പ് ചെയ്ത് കൊല്ലുന്നില്ലേ ബലിയും സുഗ്രീവനും തമ്മിലുള്ള യുദ്ധത്തിനിടയ്ക്ക്? ആ ബലി ഇവിടെയാണ് സ്ഥലം എന്നാണ് ആ ഒരു നാട്ടുകാരുടെ വിശ്വാസം. ഓക്കെ, so let's see. Bali Rajgarh is an archaeological site located at Babu Barhi block in Madhubani district, 35 km from district headquarters. It is said to be the possible site of ancient Mithila University. Ancient Mithila University അവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റ് വന്ന 1938 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡിക്ലെയർ ദ സൈറ്റ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. ഇതിനെ സൈറ്റ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഏത് ആക്ടിന്റെ പ്രകാരം? Ancient Monuments Preservation Act of 1904. Ancient Monuments Preservative Act of 1904 പ്രകാരം അത് ഡിക്ലെയർ ചെയ്തു. ആൻഡ് എക്സ്കവേഷൻ ഹാസ് ബീൻ ഡൺ ഹിയർ ഇൻ 5 phases ഫ്രം 1962 to 2014. 5 ഫേസ് ആയിട്ട് ഈ എക്സ്കവേഷൻസ് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഓരോ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ വന്ന് മുടങ്ങിപ്പോകും. ഇപ്പൊ 2014 മുടങ്ങിയതിന് ഹൈ വാട്ടർ ടേബിൾ ആണ്. അത് ഈ പറയുന്ന എക്സ്കവേഷനെ ഇന്റർഫിയർ ചെയ്യുന്നുള്ള റീസൺ പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതെന്തുകൊണ്ടാണ് ന്യൂസ് ആയത്? 2026 അഗൈൻ എക്സ്കവേഷൻ ഉള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഇറ്റ്. And the most important thing is, this is identified by George Abraham Grierson. George Abraham Grierson എന്ന് പറയുന്ന ഒരു പുള്ളിയാണ് ഇത് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. സോ ആസ് എ ഹോൾ പ്രിലിംസിന് വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്ന്, ജോർജ് എബ്രഹാം ഗ്രേർസൺ ആണ് ഇത് ഐഡന്റിഫൈ ചെയ്ത്. ഇത് ബീഹാറിലാണുള്ളത്, മധുബനി ഡിസ്ട്രിക്റ്റിലാണുള്ളത്. ഇത് ഉണ്ടായിരുന്ന ഡൈനാസ്റ്റീസ് ഏതൊക്കെയാണ്, പിന്നെ ഇത് ഏൻഷ്യന്റ് മിഥില യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ആയിട്ട് പറയപ്പെടുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ന്യൂസ്. So the next news is India co-sponsors resolution passed by UN Security Council against Iran.
ഇറാനിൽ UN സെക്യൂരിറ്റി കൗൺസിലിന്റെ റെസൊല്യൂഷൻ പാസ്സായി. അപ്പൊ അതിനകത്ത് നമുക്ക് സ്പോൺസേഴ്സ്, അതായത് മെയിൻ ആയിട്ടുള്ള ഒരു പുള്ളി ഉണ്ടാവും, അതിനൊപ്പം നമുക്ക് കോ സ്പോൺസേഴ്സ് ആയിട്ട് രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം, പേര് വെക്കാം. അങ്ങനെ ഒരു കോ സ്പോൺസർ ആയിട്ട് ഇന്ത്യ വെച്ചു. ഓക്കെ, ഏത് രാജ്യങ്ങളാണ് വിച്ച് ഓൾ കൺട്രീസ് ആക്ച്വലി വെർ ദ മെയിൻ സ്പോൺസേഴ്സ്, അല്ലെങ്കിൽ ഈ ഒരു സാധനം റെസൊല്യൂഷൻ കൊണ്ടുവന്ന ആരായിരുന്നു? GCC കൺട്രീസ് ആണ് കൊണ്ടുവന്നത്. ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ, GCC റെസൊല്യൂഷൻ അറ്റ് UN സെക്യൂരിറ്റി കൗൺസിൽ. ഓക്കെ, ആൻഡ് വാട്ട് വാസ് ദ റെസൊല്യൂഷൻ? റെസൊല്യൂഷൻ എന്തായിരുന്നു? ഇമ്മീഡിയറ്റ് സെസേഷൻ ഓഫ് ഓൾ അറ്റാക്സ് ബൈ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അഗേൻസ്റ്റ് GCC കൺട്രീസ്. GCC കൺട്രീസിനെതിരെയുള്ള എല്ലാ അറ്റാക്സും ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്നായിരുന്നു റെസൊല്യൂഷൻ. ഓക്കെ, അതിനകത്ത് 13 UN സെക്യൂരിറ്റി മെമ്പേഴ്സ് വോട്ടിംഗ് ഇൻ ഫേവർ വൈൽ റഷ്യ ആൻഡ് ചൈന അബ്സ്റ്റെയിൻഡ്. റഷ്യയും ചൈന അതിനകത്ത് അബ്സ്റ്റെയിൻ ചെയ്തു. ബാക്കിയുള്ള 13 UN സെക്യൂരിറ്റി മെമ്പേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്തു. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാ? 13 പ്ലസ് റഷ്യ പ്ലസ് ചൈന 15. ഓക്കെ, ദെൻ നമുക്ക് ഇന്ത്യക്ക് ആവശ്യമുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് കണ്ടം എനി ആക്ഷൻ ഓർ ത്രെറ്റ്സ് ബൈ ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ aimed at closing, obstructing or otherwise interfering with the international navigation through the Strait of Hormuz. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എല്ലാവരും അതാണ് ഇതാണെന്നൊക്കെ പ്രശ്നം എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ രാജ്യങ്ങൾക്കും കോമൺ ആയിട്ടുള്ള പ്രശ്നം എന്താ? ഗ്ലോബൽ ട്രേഡ് നടക്കുന്നില്ല, ഓയിൽ കൃത്യമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നില്ല. സോ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവിടെയുള്ള ഷിപ്സിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള പരിപാടികളെല്ലാം പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഈ റെസൊല്യൂഷനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇന്ത്യ ഇതിനെ സപ്പോർട്ട് ചെയ്തു. സോ ദർ വാസ് എ ക്വസ്റ്റ്യൻ ഫ്രം ഇന്ത്യൻ മീഡിയ. നമ്മുടെ ഇവിടുത്തെ മീഡിയക്കാരും ബാക്കിയുള്ളവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്തത്? ഈവൻ ദ US ആൻഡ് ദ ഇസ്രായേൽ ആക്ച്വലി അറ്റാക്ഡ് ഇറാൻ, അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞില്ലല്ലോ ഒന്നും. സോ അവർ സ്പോക്ക് പേഴ്സന്റെ റിയാക്ഷൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അപലപിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഈ ഒരു കേസിൽ നമ്മൾ അതിനൊരു ഇമ്പോർട്ടൻസ്, ഈ റെസൊല്യൂഷനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഹ്യൂജ് ഡയസ്പറ, ഓൾമോസ്റ്റ് 10 million പീപ്പിൾ ആർ ദർ ഇൻ GCC കൺട്രീസ്. സോ അവരുടെ സെക്യൂരിറ്റി നമ്മുടെ കൺസേൺ ആണ്. സോ ദിസ് റെസൊല്യൂഷൻ ഷുഡ് ബി പാസ്ഡ്. അതുകൊണ്ടാണ് അതിനെ സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് നമ്മുടെ ഇറാനിൽ ഒരു 9,000 ഡയസ്പൊറ നമ്മുടെ ഇന്ത്യക്കാർ തന്നെ ഉണ്ട്. സോ അവരുടെ കാര്യം നോക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 2 ഓർഗനൈസേഷൻ, UN സെക്യൂരിറ്റി കൗൺസിലും GCC, അതിനെക്കുറിച്ച് 2 എണ്ണത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, UN സെക്യൂരിറ്റി കൗൺസിൽ. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1945 ത്രൂ UN ചാർട്ടർ ആസ് വൺ ഓഫ് ദ 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ഓഫ് UN. ന്റെ 6 പ്രിൻസിപ്പൽ ഓർഗൻസിൽ ഒന്നായിട്ടാണ് 1945 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇതിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്. 5 പെർമനന്റ് മെമ്പേഴ്സ് ആണുള്ളത്. അത് കൂടാതെ 10 നോൺ പെർമനന്റ് മെമ്പേഴ്സ്. അവരെ 2 ഇയർ ടേംസിലേക്കാണ് ഇലക്ട് ചെയ്യുന്നത്. ആരാ ഇലക്ട് ചെയ്യുന്നത്? UN ജനറൽ അസംബ്ലി ആണ് ഇലക്ട് ചെയ്യുന്നത് വിത്ത് എൻഡ് ഓഫ് ടേം ഇയർ. 2 വർഷത്തേക്കാണ് ഇലക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ആക്ച്വലി ഇന്ന ഏരിയാസ്, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ വെച്ച് ആ ഒരു ഭാഗത്തുനിന്ന് ഒരു കൺട്രി, ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു കൺട്രി, അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ഇപ്പോൾ ഉള്ള നോൺ പെർമനന്റ് മെമ്പേഴ്സ് നമുക്ക് നോക്കാം. ബഹ്റൈൻ, കൊളംബിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഡെൻമാർക്ക്, ഗ്രീസ്, ലാറ്റ്വിയ, ലൈബീരിയ, പാകിസ്ഥാൻ, പനാമ, സൊമാലിയ. ഇത്രയും കൺട്രീസ് ആണ് വന്നിരിക്കുന്നത്. അതിൽ പാകിസ്ഥാനും പനാമയും സൊമാലിയ സെലക്ട് ചെയ്തിരിക്കുന്നത് 2026 അവർ സെലക്ട് ആയിട്ടുള്ളത്. ചൈനയെ റഷ്യ അബ്സ്റ്റെയിൻ ചെയ്തതിന് കാരണമായിട്ട് അവർ പറയുന്നത് US ഇസ്രായേലും ഇറാനിൽ നടത്തിയിരിക്കുന്ന ആക്രമണങ്ങളെ കുറിച്ച് ഇതിനകത്തൊന്നും പരാമർശിക്കുന്നില്ല. അവർ നടത്തിയ അറ്റാക്കിനെ കുറിച്ച് ഇതിനകത്തൊന്നും പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള റെസൊല്യൂഷൻ അല്ല. അതുകൊണ്ട് വി അബ്സ്റ്റെയിൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ഈ 5 പെർമനന്റ് മെമ്പേഴ്സിനുള്ള ഇമ്പോർട്ടൻസ് എന്താ? ഈ 5 പെർമനന്റ് മെമ്പേഴ്സിനാണ് വീറ്റോ പവർ ഉള്ളത്. ഓക്കെ, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ബോഡി എന്ന് പറയുമ്പോഴത്തേനും 15 മെമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 5 മെമ്പേഴ്സ് ഉണ്ട്. ഈ 5 മെമ്പേഴ്സിൽ 4 മെമ്പേഴ്സ് ഒരു മോഷനെ സപ്പോർട്ട് ചെയ്ത് ഒരു മെമ്പറെ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദ മോഷൻ വിൽ ബി പാസ്ഡ്, റൈറ്റ്? ഇൻ കേസ് ഓഫ് വീറ്റോ പവറിൽ ഈ 4 പേര് ഒരു സാധനത്തിനെ സപ്പോർട്ട് ചെയ്താലും ഒരാൾ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദ മോഷൻ വിൽ ബി ഡിനൈഡ്. ഓക്കെ, അതിനാണ് വീറ്റോ പവർ എന്ന് പറയുന്നത്. ഈ വീറ്റോ പവർ ഉള്ളത് ഈ 5 പെർമനന്റ് മെമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ. ആർക്കൊക്കെയാണ്? ചൈന, ഫ്രാൻസ്, റഷ്യ, യുണൈറ്റഡ് കിങ്ഡം, അതായത് ബ്രിട്ടീഷ് ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇത്രയും പേർക്കാണുള്ളത്. ഇനി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് 1-2 ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും കൂടെ പറയാം. പാകിസ്ഥാൻ, ഓക്കെ, നമ്മുടെ തൊട്ടടുത്തുള്ള സമാധാന പ്രിയരായിട്ടുള്ള ഒരു കൺട്രി ആണല്ലോ അവര്. ദർ ഈസ് എ കമ്മിറ്റി നോൺ ആസ് താലിബാൻ സാങ്ഷൻ കമ്മിറ്റി. താലിബാൻ സാങ്ഷൻ കമ്മിറ്റി ആൻഡ് കൗണ്ടർ ടെററിസം കമ്മിറ്റി. സോ ദീസ് ആർ പാർട്സ് ഓഫ് ഈ പറയുന്ന UN സെക്യൂരിറ്റി കൗൺസിലിന്റെ കമ്മിറ്റീസ് ആണിത്. ഈ താലിബാൻ സാങ്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാന്ന് അറിയാമോ? ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. പാകിസ്ഥാനാണ് ചെയർപേഴ്സൺ ഈസ് പാകിസ്ഥാൻ. ആൻഡ് ഇതിന്റെ വൈസ് ചെയർ, കൗണ്ടർ ടെററിസം കമ്മിറ്റിയുടെ വൈസ് ചെയർ പാകിസ്ഥാനാണ്. ഒന്ന് നോക്കണേ എന്താ അവസ്ഥ.
കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്ത പോലെ. ഇറ്റ്സ് ലൈക്ക് ഒസാമ ബിൻ ലാദൻ ബി ടേക്കൺ ആസ് ദ ഫേസ് ഓഫ് വേൾഡ് പീസ്. വേൾഡ് പീസിന്റെ ഫേസ് ആയിട്ട് ഒസാമ ബിൻ ലാദനെ കൊണ്ടുവരുന്ന പോലെയാണ് കൗണ്ടർ ടെററിസം കമ്മിറ്റിക്ക് വൈസ് ചെയർ ആയിട്ട് പാകിസ്ഥാനെ, താലിബാൻ സാങ്ഷൻ കമ്മിറ്റിക്ക് മറ്റേ ചെയർ ആയിട്ട് പാകിസ്ഥാനെ കൊണ്ടുവരുന്നത്. താലിബാന്റെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി. അവരെ ഉടായ്പ് അവരിനി ഇവരെ മോണിറ്റർ ചെയ്യാൻ പോകുന്നു. എന്താന്നല്ലേ, അത് FATF കമ്മിറ്റിയിൽ നിന്ന് മാറിയിട്ട് കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ മറ്റേ ഗ്രേ ലിസ്റ്റിൽ നിന്ന് മാറിയിട്ട് കുറച്ച് സമയമായേ ഉള്ളൂ. അപ്പത്തേനും ഇതാ അടുത്ത ഇതിന്റെ ചെയർ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. സോ ദാറ്റ് ഈസ് ദ കേസ്. ഓക്കെ, ഇനി there is another group in this. ഓക്കെ, UN സെക്യൂരിറ്റി കൗൺസിൽ ഇത്ര കാലമായിട്ട് ഒരു ചേഞ്ചും ചെയ്യാതെ ഈ പെർമനന്റ് 5 എന്നുള്ള രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അതിനകത്ത് റിഫോംസ് വേണമെന്ന് പറയുന്ന കൺട്രീസ് ആണ് G4 നേഷൻസ്. ആരൊക്കെയാണ് G4 നേഷൻസിലെ മെമ്പേഴ്സ്? ഇന്ത്യ, ബ്രസീൽ, ജർമ്മനി ആൻഡ് ജപ്പാൻ. ഇന്ത്യ, ബ്രസീൽ, ജർമ്മനി ആൻഡ് ജപ്പാൻ. ഈ 4 കൺട്രീസ് ആണ് പറയുന്നത്. ഇവര് മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? They want expanded membership. 11 permanent members and 14 to 15 നോൺ പെർമനന്റ് മെമ്പേഴ്സ് വേണം. UN സെക്യൂരിറ്റി കൗൺസിൽ 11 പെർമനന്റ് മെമ്പേഴ്സും മറ്റേ 14 to 15 നോൺ പെർമനന്റ് മെമ്പേഴ്സും വേണമെന്നാണ് ഇവർ ആവശ്യം വെക്കുന്നത്. Then equitable regional representation. 6 new permanent seats to be distributed among Africa, Asia Pacific, Latin America, Caribbean, Western Europe and other states. As you know, നമ്മൾ പെർമനന്റ് 5 നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ ഏഷ്യയിൽ നിന്ന് ആകെ ഒരൊറ്റ രാജ്യമുള്ളൂ. അതുകൂടാതെ ആഫ്രിക്കയിൽ നിന്ന് ഒരു കൺട്രി പോലും ഇല്ല താനും. സോ ആ ഒരു കാര്യത്തിന് മാറ്റാൻ വേണ്ടി ഇക്വിറ്റബിൾ റീജിയണൽ റെപ്രസെന്റേഷൻ വേണമെന്നാണ് ഇവർ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഇവരൊരു കോംപ്രമൈസ് പോലെ പറയുവാണ്, നോൺ വീറ്റോ ഫോർ ന്യൂ പെർമനന്റ് മെമ്പേഴ്സ് ഇനിഷ്യലി. ദിസ് പ്രൊവിഷൻ ടു ബി റിവ്യൂഡ് 15 years ആഫ്റ്റർ ദ റിഫോംസ് ആർ ഇംപ്ലിമെന്റഡ്. ഇപ്പൊ തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് വീറ്റോ തരണ്ട, ഞങ്ങൾ കേറട്ടെ, 15 വർഷം കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കളികൾ ഞങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ ആസ് ഓഫ് നൗ ഇനിഷ്യലി വീറ്റോ തരണ്ട, പക്ഷെ 15 വർഷത്തിന് ശേഷം അത് കൺസിഡർ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ആർഗ്യുമെന്റ്സ് ബൈ ദിസ് UN സെക്യൂരിറ്റി കൗൺസിൽ റിഫോംസിന് G4 നേഷൻസ് പറയുന്നത്. സോ അതർ ദാൻ ദാറ്റ് ദർ ഈസ് GCC. GCCക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് എ റീജിയണൽ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് അലയൻസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1981. റീജിയണൽ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് അലയൻസ്, റീജിയണലാണ്, പൊളിറ്റിക്കൽ ആണ്, എക്കണോമിക് അലയൻസ് 1981 അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മെമ്പർ കൺട്രീസ്, ഇറ്റ് കംപ്രൈസസ് ഓഫ് ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ ആൻഡ് ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇതിന്റെ കൂടെ ഇറാനും ഇറാഖും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഗൾഫ്, പേർഷ്യൻ ഗൾഫിന്റെ ചുറ്റുമുള്ള കൺട്രീസ് എല്ലാം ആയി. ആ പേർഷ്യൻ ഗൾഫിന്റെ ചുറ്റുമുള്ള കൺട്രീസിന് ഞാൻ ഇന്നലെ ഒരു കോഡ് പറഞ്ഞു തന്നിരുന്നു. നിങ്ങൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ന്യൂസ് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, സോ ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ ആൻഡ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇതൊക്കെ മെമ്പേഴ്സ് ആണെന്നൊന്ന് അറിഞ്ഞു വെച്ചോളൂ. നെക്സ്റ്റ് വൺ, ദർ ഒബ്ജക്റ്റീവ് ഈസ് ടു ഫോസ്റ്റർ എക്കണോമിക്, സെക്യൂരിറ്റി, കൾച്ചറൽ ആൻഡ് സോഷ്യൽ കോർപ്പറേഷൻ എമോങ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഒരു ഇറാനിയൻ റവല്യൂഷൻ ഉണ്ടായിരുന്നു 1979. അതുകൂടാതെ ഇറാൻ ഇറാഖ് വാറും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എസ്കലേറ്റിംഗ് റീജിയണൽ ടെൻഷൻസിന്റെ ബേസിലാണ്, അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? റിയാദ്, സൗദി അറേബ്യ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കേസസ് അബൌട്ട് ദിസ് GCC കൺട്രീസ്. അത് റീജിയണൽ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് അലയൻസ് ആണ്. അതിന്റെ മെമ്പേഴ്സ് ഇതാണ്. ഇതിന്റെ കൂടെ ഇറാനും ഇറാഖും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേർഷ്യൻ ഗൾഫിന്റെ ചുറ്റുമുള്ള എല്ലാ കൺട്രീസും ആവും. ഈ പേർഷ്യൻ ഗൾഫിന്റെ ചുറ്റുമുള്ള കൺട്രീസിന് ഞാൻ ഇന്നലെ ഒരു കോഡ് ന്യൂമോണിക്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗോ ആൻഡ് സീ ദാറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം എക്കണോമിക്, സെക്യൂരിറ്റി ആൻഡ് കൾച്ചറൽ, സോഷ്യൽ കോർപ്പറേഷൻ എല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇത് വന്നതിന്റെ കാരണം ഇറാനിയൻ റവല്യൂഷനും ഇറാൻ ഇറാഖ് വാറിന്റെയും കൂടെ ഇതാണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് റിയാദ്, സൗദി അറേബ്യയാണ്. ഓക്കെ, സോ ദ ലാസ്റ്റ് ന്യൂസ്, PIB fact check unit burst 50 deepfakes, says Pak handles are spreading misinformation. നമുക്ക് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഓക്കെ, ആ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയ്ക്ക് ഒരു ഫാക്ട് ചെക്ക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് ഏകദേശം 50ഓളം ഡീഫേക്സ് ഐഡന്റിഫൈ ചെയ്തെന്നാണ് പറയുന്നത്. ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഈസ്. ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത്? PIB ഫാക്ട് ചെക്ക് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് നവംബർ 2019. ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ആക്ടിങ് ആസ് എ ഡിറ്ററന്റ് ടു ക്രിയേറ്റേഴ്സ് ആൻഡ് ഡിസമിനേറ്റേഴ്സ് ഓഫ് ഫേക്ക് ന്യൂസ് ആൻഡ് മിസ്ഇൻഫർമേഷൻ. നമുക്കറിയാലോ, ഈ സോഷ്യൽ മീഡിയ ഇത്രയധികം പവർഫുൾ ആയ ഒരു സമയത്ത് ഇഷ്ടം പോലെ മിസ്ഇൻഫർമേഷനും മറ്റേ തെറ്റായിട്ടുള്ള ന്യൂസുകളും വരുന്നുണ്ട്. അതിനൊരു ഡിറ്ററന്റ് ആയിട്ടും അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ച് നശിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതാരാണ് ഹെഡ് ചെയ്യുന്നത്? DG ADG ലെവൽ ഓഫീസർ ഓഫ് ദ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ്. നിങ്ങൾ ഓരോരുത്തരും ആവാം ചിലപ്പം. നാളെ ഇനി ചിലപ്പോൾ നിങ്ങൾ പാസ്സായി കഴിഞ്ഞ് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ആണ് കിട്ടുന്നതെങ്കിൽ യു വിൽ ബി ദ ഹെഡ്, ഓക്കെ, ഇൻ ഫ്യൂച്ചർ. So DG and ADG level of officer of Indian Information Service, and the unit reports to the Principal Director General PIB. Principal Director General PIB ക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഐ വിൽ ടെൽ യു 2 or 3 അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുന്നത്? റഫേലെ വിമാനം പാകിസ്ഥാൻ ഡിസ്ട്രോയ് ചെയ്തെന്ന് പറഞ്ഞിട്ട്, പാകിസ്ഥാൻ ഡിസ്ട്രോയ് എന്ന് പറഞ്ഞിട്ട് ഡീപ് ഫേക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡ് ത്രൂ AI ജനറേറ്റഡ് വീഡിയോ ആണ്. അതുകൂടാതെ US ഇസ്രായേൽ കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനി പ്രൊപ്പഗണ്ട പ്രകാരം പറഞ്ഞിട്ടുണ്ട്. അതായത് ജനറൽ ദ്വിവേദി ഒരു ഇറാനിയൻ ഷിപ്പിനെതിരെ വച്ചിരിക്കുന്ന ഒരു മിസ്ഇൻഫർമേഷൻ ഇതുപോലെ തന്നെ പരന്നു കിടക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ മോഡിയുടെ കാര്യമൊക്കെ എക്സാമ്പിൾ ആയിട്ട്, AIയുടെ സെക്യൂരിറ്റി ത്രെറ്റ്സിനുള്ള എക്സാമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള ചലഞ്ചസ് ആയിട്ട്, ഇനി അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ SIക്കകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം യൂസ് ചെയ്യും. ഇങ്ങനെ ഒരു സാധനം വന്നിരുന്നു ആൻഡ് PAB ഫാക്ട് ചെക്ക് ഇറ്റ്. ഇതെങ്ങനെയാണ് നമ്മൾ ഫാക്ട് ചെക്ക് ചെയ്യുക? അതായത് നമ്മൾ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നവര് വി ക്യാൻ ആക്ച്വലി സെൻഡ് ദിസ് ഇൻഫർമേഷൻ ടു PAB. എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത്? വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ഒക്കെ സെൻഡ് ചെയ്യാം. അപ്പൊ ഗവൺമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിൽ ദേ വിൽ ടേക്ക് ഇൻട്രസ്റ്റ് എടുക്കും. ബാക്കിയുള്ള കാര്യങ്ങളിൽ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അവർ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കളയാനും മിസ്ഇൻഫർമേഷൻ ഒഴിവാക്കി കളയാൻ വേണ്ടിയിട്ടും ഇവർ നോക്കും. ഇനി ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ഡീപ് ഫേക്ക് എന്ന് പറയുന്ന സാധനം. ഡീപ് ഫേക്ക് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഡീപ് ഫേക്സ് ആർ AI ജനറേറ്റഡ് ഹൈപ്പർ റിയലിസ്റ്റിക് മാനിപ്പുലേറ്റഡ് ഓഡിയോ, വീഡിയോ ഓർ ഇമേജസ്. ഓഡിയോ ആവാം, വീഡിയോ ആവാം, ഇമേജസ് ആവാം. That realistically replace a person's likeness, voice or actions using generative adversarial networks. ജനറേറ്റീവ് അഡ്വേഴ്സറിയൽ നെറ്റ്വർക്ക്സ് ഉപയോഗിച്ചിട്ട് ഒരാളുടെ ലൈക്നെസ്സോ വോയിസോ രൂപമോ എല്ലാം റീപ്ലേസ് ചെയ്തതിനു ശേഷം വേറെ മിസ്ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തോട്ട് വിടുന്ന പരിപാടി, അത് AI ജനറേറ്റഡ് ആയിട്ടുള്ള പരിപാടിയാണ്. അതിനെയാണ് നമ്മൾ ഡീപ് ഫേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഈ പറയുന്ന ടെക്നോളജിയിലെ ന്യൂ ആയിട്ടുള്ള ടേംസ് എടുത്ത് ചോദിക്കുന്ന ഒരു പരിപാടി UPSCക്ക് ഉണ്ട്. ദർ you will be having, അതായത് അതിനകത്ത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു കാര്യം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. See you tomorrow with the news. Thank you.